ഹരി ഓം. കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്ക് ശീലായപ്പന്റെ പ്രണാമം. ഇന്ന് നമ്മൾ കൽക്കിരാമന്റെ ത്രയോദശ സിദ്ധാന്തത്തില് 9ാമത്തെ സിദ്ധാന്തം പഠിക്കാൻ പോവുകയാണ്. ഈ സിദ്ധാന്തത്തിന്റെ പേര് ത്രിമൂർത്തി ആനുപാതിക സിദ്ധാന്തം എന്നാണ്. ഈ സിദ്ധാന്തം അനുസരിച്ച് വിഷ്ണുശക്തി, ബ്രഹ്മശക്തി, ശിവശക്തി ഇവയുടെ ശതമാനം അല്ലെങ്കിൽ അനുപാതം ഇപ്രകാരമാണ്: 33%, 34%, 33% എന്ന് പറഞ്ഞാൽ 33, 34, 33 എന്ന അനുപാതത്തിൽ ആകുന്നു. ഇതിന്റെ അർത്ഥം ഈ ഭൂമിയിൽ 33% വിഷ്ണുശക്തി, 34% ബ്രഹ്മശക്തി, 33% ശിവശക്തി, ഇങ്ങനെ 3 ശക്തികൾ അഥവാ ഊർജങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും വിഷ്ണുശക്തിയും ശിവശക്തിയും പ്രബലമാണ്. അതായത് ക്രിസ്തു മതവും ഇസ്ലാം മതവും പ്രബലമാണ്. പക്ഷെ അസുരന്മാർ സകല മതത്തിലുമുണ്ട്, സകല ഭവനങ്ങളിലുമുണ്ട്. ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇസ്ലാം മതം എന്ന് പറയുന്നത് സംഹാരമൂർത്തിയായ ശിവന്റെ മതമാണെന്ന്. പക്ഷെ ഇസ്ലാം മതം മാത്രമല്ല, സിഖ് മതവും അതുപോലെ ഇടതുപക്ഷ ചിന്താഗതിക്കാരും നിരീശ്വരവാദികളും യുക്തിവാദികളും സനാതന വിരോധികളായിട്ടുള്ളവര് ഇവരെല്ലാം അസുരന്മാരാണ്. ഇന്ന് ഈ അസുരന്മാരെന്ന് പറയുന്ന ഒരു മതത്തിന്റെ മാത്രം കാര്യമല്ല, എല്ലാ മതങ്ങളിലും അസുരന്മാരുണ്ട്. അതായത് ആർക്ക് ആരെ കൊല്ലണം, ഒരാളെ കൊല്ലണം അല്ലെ കൊല്ലുന്നവൻ ആരാണോ അവനാണ് അസുരന്മാർ. എല്ലാ നെഗറ്റീവ് ചിന്താഗതി ഉള്ളവരെല്ലാം അസുരന്മാരാണ്. അത് എല്ലാ വീട്ടിലും ഉണ്ട്, ഇത് എന്റെ വീട്ടിലും ഉണ്ട്. എല്ലാ വീട്ടിലും അസുരന്മാരുണ്ട്. ഇത് നേരത്തെയാണ് ഇതിന്റെ പെർസെന്റേജ് ഇങ്ങനെയായിരുന്നു. പക്ഷെ ഇന്നിപ്പോ പെർസെന്റേജ് ഒന്നുമില്ല, എല്ലാം ഒരുപോലെ സ്പ്രെഡ് ആയി കിടക്കുകയാണ്. നമുക്ക് ഒന്നുകൂടി കൃത്യമായി പഠിക്കാം. പ്രപഞ്ചത്തിൽ ഓരോ സംഭവങ്ങളും നടക്കുന്ന കൃത്യമായ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടാവായ ഭഗവാൻ നാരായണനെ നമ്മൾ ഏറ്റവും വലിയ ഗണിതശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാത്തമാറ്റീഷ്യൻ എന്ന് പറയുന്നത്. സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, ഭൂമിയുടെ മറ്റ് ഗ്രഹങ്ങളുടെ പ്രദക്ഷിണം ഇവ നടക്കുന്നത് കൃത്യമായ കണക്കൻ പ്രകാരമാണ്. ഭൂമി ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ, സൂര്യനെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ 365 ദിവസം വേണം. അതുപോലെ ഭൂമി ഒരു തവണ ഭ്രമണം ചെയ്യാൻ 24 മണിക്കൂർ വേണം. ഇനി ഒരു കോഴിക്കുഞ്ഞ് വിരിയാൻ 22 ദിവസം വേണം. ഒരു ആനക്കുട്ടി ജനിക്കാൻ 22 മാസം വേണം. ഒരു ഒട്ടകപക്ഷി ജനിക്കാൻ 44 ദിവസം വേണം. ഒരു മനുഷ്യക്കുഞ്ഞ് ജനിക്കാൻ ഏകദേശം 280 ദിവസം വേണം. അപ്പൊ ഏത് കാര്യം നോക്കിയാലും നമുക്ക് അതിൽ ഒരു കൃത്യമായ കണക്ക് കാണാം. ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ജലത്തിന്റെ രാസനാമം H2O എന്നാണ്. 2 ഹൈഡ്രജൻ, ഓക്സിജൻ എന്നാണ് എന്റെ കണക്ക്. ജലത്തിന്റെ ഓരോ തന്മാത്രയും ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത് 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൊണ്ടാണ്. അതുകൊണ്ട് ജലത്തിന്റെ തന്മാത്രയുടെ അനുപാതം എന്ന് പറഞ്ഞാൽ 2:1 എന്നാണ്. ഇതുപോലെ ഏത് കാര്യം നമ്മൾ നോക്കിയാലും നമുക്ക് അതിൽ കൃത്യമായ കണക്ക് കാണാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ മൊത്തം മനുഷ്യരില് 33% മാത്രമേ നന്മയിൽ സഞ്ചരിക്കുന്ന ദേവന്മാർ ആകാൻ പാടുള്ളൂ. അതിൽ വിഷ്ണു ഭക്തർ എന്ന് പറയുന്നത് 33% പാടുള്ളൂ. അതുപോലെ തന്നെ ശിവഭക്തരും 33% പാടുള്ളൂ. ബ്രഹ്മഭക്തരെന്ന് പറയുന്നത് അവര് 34%. ഈ രീതിയിൽ ഈ ശതമാനം ഇരിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും സമാധാനത്തോടെ ശാന്തിയോടെയും മുന്നോട്ട് പോകുന്നതാണ്. പക്ഷെ ഇന്ന് ഇതെല്ലാം തെറ്റി, എല്ലാം മിക്സ് ആയി കിടക്കുകയാണ്. അത് കാരണം ഈ ഭൂമിയിലെല്ലാം പ്രശ്നം